ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. കേരള ബോക്സ് ഓഫീസിൽ ഈ ഒരു തിങ്കളാഴ്ച എങ്ങനെയാണ് പ്രകടനമെന്ന് നോക്കാം. ഇന്ന് ജനുവരി 12. സർവം മായയിലേക്ക് ആദ്യം കടന്നു ചെല്ലാം. അതിന് മുന്നോടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സർവം മായയ്ക്ക് ഇന്ന് 32ഓളം ഷോകളാണ് മോർണിംഗിൽ തന്നെ ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 1 ലക്ഷം രൂപയോളമാണ് രാവിലെ 9 മണി വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ ഞായറാഴ്ച ഗംഭീര കളക്ഷനായിരുന്നു സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞത് 1271ഓളം ഷോകൾ, അതായത് കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ ഷോകളുണ്ടായിരുന്നു. 1,71,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി. 50% തിയേറ്റർ ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 2,80,45,000 രൂപയോളമാണ്. അതായത് ഏകദേശം 3 കോടിയോളം, അല്ലെങ്കിൽ 3,10,00,000 രൂപയോളമാണ് സിനിമയുടെ ഇന്നലത്തെ കളക്ഷനും വന്നത്. അതായത് കഴിഞ്ഞ ശനി ഞായർ ദിനങ്ങളിൽ മാത്രമായിട്ട് സിനിമ ഏകദേശം 6 കോടിക്കടുത്ത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെ നേടാൻ കഴിഞ്ഞു. 5.5-6 കോടി എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നു. എന്നാലും മികച്ച ഒരു കളക്ഷനാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം 63-64 കോടിയിലേക്ക് സിനിമ കടന്നിരിക്കുന്നു. വേൾഡ് വൈഡായിട്ട് സിനിമ 135 കോടിയും കടന്ന് കുതിച്ച് പായുന്നു എന്ന് പറയാം. വരുന്ന ദിവസങ്ങളിലും സിനിമ ഇനിയും ഇതേപോലെ തന്നെ മുന്നോട്ട് പോയിക്കോളും. 200 കോടി നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നു. 25,000 മുകളിലുള്ള ഷോകൾ ഇതിനോടകം തന്നെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. 36,61,000 ആളുകൾ ഈ ടിക്കറ്റ് കണ്ടു. ഓവറോൾ ഒക്യുപ്പൻസി ആയിട്ട് 54% കാണാൻ കഴിയുന്നത്. ബബബ ഏറെക്കുറെ ഫൈനൽ റണ്ണിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ ശനി ഞായർ ദിനങ്ങളിൽ സിനിമയ്ക്ക് ആകെ 7-8 ഷോകൾ മാത്രമാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരുന്നത്. ഏറെക്കുറെ നമുക്ക് 20,000 രൂപയോളം മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത്. ഇന്ന് ഒരു ഷോയാണ് ഇതുവരെ ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്നത്. ഏകദേശം 4,000 രൂപയ്ക്കടുത്താണ് ട്രാക്കിങ്ങിലൂടെയുള്ള കളക്ഷൻ വന്നിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 25 കോടി സിനിമ കടന്നിരുന്നു. വേൾഡ് വൈഡായിട്ട് 47 കോടിക്കടുത്താണ് സിനിമയുടെ കളക്ഷനായിട്ട് നിൽക്കുന്നത്. 50 കോടി അടിക്കുമെന്നുള്ള പ്രതീക്ഷകൾ ഇല്ലാതെയായിരിക്കുകയാണ്. 16-ാം തീയതി, അതായത് കൃത്യം 4 ദിവസം കൂടെ കഴിഞ്ഞാൽ സിനിമയുടെ OTT റിലീസും ഉറപ്പിച്ചിരിക്കുകയാണ്. ഏകദേശം 18,000 മുകളിലുള്ള ഷോകളാണ് സിനിമയ്ക്കുണ്ടായിരുന്നത്. 14,24,000 പേര് ഈ ഒരു സിനിമ കണ്ടു എന്നുള്ളതും ടോട്ടൽ തിയേറ്റർ ഒക്യുപ്പൻസി ആയിട്ട് പുറത്തു വന്നിരിക്കുന്നത് 29.9, അതായത് 30% സിനിമയുടെ ഒക്യുപ്പൻസി ആയിട്ട് കാണാൻ കഴിയുന്നത്. കളങ്കാവൽ മികച്ച രീതിയിലുള്ള കളക്ഷനാണ് ശനിയും ഞായറാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്ന് സിനിമയ്ക്ക് ഏകദേശം 5,000 മുകളിലുള്ള കളക്ഷനാണ് മോർണിംഗിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ഷോയാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈവനിങ് ആകുമ്പോഴത്തേക്ക് അതിന് മുകളിലേക്കുള്ള കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഇന്നലെയും മിനിങ്ങാന്നുമായിട്ട് സിനിമയ്ക്ക് ഗംഭീരമാണ്. ശനിയാഴ്ചത്തേൻ്റെ നേരെ ഡബിൾ കളക്ഷനാണ് സിനിമയ്ക്ക് ഞായറാഴ്ച വന്നിരിക്കുന്നത്. 21 ഷോകളിൽ നിന്ന് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 1,40,000 രൂപയോളമായിരുന്നു എന്നുള്ളതാണ്. അതായത് ഏകദേശം 2.5 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് ഇന്നലെയും കളക്ഷനായി വന്നത്. ശനിയാഴ്ച സിനിമയ്ക്ക് 74,000 രൂപയാണ് ട്രാക്കിങ്ങിലൂടെ കളക്ഷൻ വന്നിരുന്നത്. അപ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷൻ കുതിപ്പാണ് ഈ ഒരു സിനിമയ്ക്ക് വന്നത്. 22,666 ഷോകൾ സിനിമയ്ക്ക് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടു. 19,69,000 മുകളിലുള്ള ആളുകൾ ഈ ഒരു സിനിമ കണ്ടു. ഓവറോൾ ഒക്യുപ്പൻസി ആയിട്ട് 33% വന്നിരിക്കുന്നത്. ഹാൽ എന്ന ചിത്രം മികച്ച രീതിയിൽ തന്നെ പ്രകടനം കാഴ്ചവെക്കുകയാണ്. 63 ഷോകളിൽ നിന്ന് ഏകദേശം 2,30,000 രൂപയോളമാണ് സിനിമയ്ക്ക് ഇന്നലെ കളക്ഷൻ വന്നത്. ശനിയാഴ്ച സിനിമയ്ക്ക് 1,82,000 രൂപയ്ക്ക് വന്ന സ്ഥലത്ത് വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ് സിനിമയ്ക്കും ഉണ്ടായി എന്നുള്ളതാണ്. ഇതിനോടകം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1.5 കോടിയാണ് സിനിമ നേടിയിരിക്കുന്നത്. ഇന്ന് സിനിമയ്ക്ക് 2 ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ ഏകദേശം 3,000 രൂപയോളമാണ് ട്രാക്ക്ഡ് കളക്ഷനിലൂടെ വന്നത്. വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ പുതിയ ഏതൊക്കെ സിനിമകളുടെ കളക്ഷനാണ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം, അതൊന്ന് കമൻസിലൂടെ പറയാം. ഗ്രീൻ മീഡിയാസ്.